ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നൊരു ചെറിയൊരു യാത്രയിൽ ഇന്ന് നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഉടനെ ഇവിടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോർണിംഗ് വ്യൂ. കുറച്ച് സമയമൊക്കെ നിൽക്കാൻ പറ്റില്ല, കുറച്ച് സമയം വെച്ചാൽ 2 മിനിറ്റൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, അപ്പോൾ നമുക്ക് അധിക സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് വന്ന് ഇവിടെ ഒന്നും ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നാൽ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവണ പോലെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് നേരെ പോയിട്ട് കുളിച്ച് വിളക്ക് വെച്ചു കേട്ടോ. എന്നും എനിക്ക് കുളിച്ച് വിളക്ക് വയ്ക്കാൻ പറ്റാറൊന്നുമില്ല, എന്നാലും ചില ദിവസങ്ങളിൽ പറ്റാവുന്ന ദിവസങ്ങളൊക്കെ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, 4 മാസമായിട്ടുള്ളവനെ. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിലൊന്ന് എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവനെ ഒന്ന് ഉറക്കി കുറച്ച് നേരം അവൻ്റെ അടുത്തൊക്കെ ഇരുന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് കിച്ചണിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ആൾ ഉറങ്ങിയിട്ടുണ്ട്. മെല്ലെ കെടുത്തിയിട്ട് ഞാൻ എണീക്കുകയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയാൽ മോൾക്ക് 8 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും. അപ്പോൾ അതും നോക്കണമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ, എൻ്റെ ഒരു കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വയ്ക്കാം കേട്ടോ. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ വെള്ളം വെച്ച് അരി കഴുകി, വെള്ളം തിളക്കുന്നതിന് മുമ്പ് ഞാൻ അരി ഇടും കേട്ടോ. അരിയിട്ട് അത് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. അപ്പോൾ പിന്നെ ചോറിൻ്റെ കാര്യം നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നൂലിപ്പിട്ട് ഉണ്ടാക്കാനാട്ടോ വിചാരിക്കുന്നത്. അതായത് നൂലപ്പം എന്നൊക്കെ പറയും കേട്ടോ നമ്മൾ. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചോറ് എടുത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് വെന്തോളും. അപ്പോൾ ഞാൻ മാവ് നനച്ച് നല്ല കുഴയ്ക്കാൻ പോവുകയാണ്. അതിന് നൂലിപ്പിട്ടിന് പല പേരുകളും പറയും കേട്ടോ. നൂലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ്, അതിന് കറിക്ക് വേണ്ടി ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വേഗം കറിയാക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൂലിപ്പിട്ടിൻ്റെ മാവൊക്കെ റെഡിയായി. ഞാൻ വേഗം തന്നെ നൂലിപ്പിട്ട് ഉണ്ടാക്കാൻ പോവാണ്. നൂലപ്പെന്നും ഇടിയപ്പം എന്നൊക്കെ പറയൂട്ടോ. ഞാൻ നൂലിപ്പിട്ട് എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. അത് പറഞ്ഞ് നമ്മൾ അത് വേഗം തന്നെ വെക്കുകയാണ്. ഇത് വെച്ചാൽ എനിക്കിത് നല്ല ഈസി ആയിട്ടുള്ള പണിയായിട്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ പണി വേഗം കഴിഞ്ഞു. ചില ആളുകൾ പറയുന്നതൊക്കെ നമുക്ക് നൂലിപ്പിട്ട് ഇങ്ങനെ തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനിത് ഭയങ്കര സ്പീഡിൽ ചെയ്യണ പണി കേട്ടോ. എന്താണാവോ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂലിപ്പിട്ടും വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റുകയാണ്. കറി ഒഴിച്ച് വെച്ചു. ഇപ്പം നമ്മുടെ നൂൽപുട്ടും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മോൾക്ക് എന്താ ഉപ്പേരി വയ്ക്കാൻ കൊടുക്കുക. ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചോപ്പർ നല്ല ചോപ്പറാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ അരിഞ്ഞ് കിട്ടും. നൂൽപുട്ട് ഞാനത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് ഈ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യും കേട്ടോ. എന്നോട് ഞാനൊരു 6 മണിക്കൊക്കെയാണ് എണീക്കുക. പക്ഷെ എന്നാലും എൻ്റെ എല്ലാ പണികളും കിട്ടും. അപ്പോഴേക്കും മോള് കുളിച്ച് വന്നപ്പോൾ ഞാൻ അവൾക്ക് നൂൽപ്പെട്ട് എടുത്ത് കൊടുത്തു, കഴിക്കാൻ നൂലപ്പം കൊടുത്തു. അത് കഴിഞ്ഞ് ഇതാ ബീട്രൂട്ട് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് മോൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തു കേട്ടോ. ചോറ് വെന്ത് അത് മാറ്റി വെച്ചു. കറികളൊക്കെ മാറ്റി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് ചായ ഉണ്ടാക്കി വെച്ചു കേട്ടോ. എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പം മോൾക്കൊരു ഓംലേറ്റും കൂടി കൊടുത്താക്കി വെച്ചിട്ട് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവളുടെ ചോറ് മാത്രം സെറ്റായപ്പോൾ പകുതിയായി. അവൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ മോൾക്ക് ഇറങ്ങേണ്ട സമയമായി. അപ്പോഴേക്ക് 8 മണിയായി. അപ്പോൾ എൻ്റെ കുഞ്ഞുമണി പോവുകയാണ്. അവളുടെ വണ്ടി ഇത് അപ്പുറത്താണ് വരിക. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നിൽക്കണം. അപ്പോൾ പോവുകയാണ് എൻ്റെ കുഞ്ഞുമണി. അത് കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞാലാണ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇരിക്കുക. അപ്പോൾ തുടങ്ങിയ ഓട്ടത്തിൽ റെസ്റ്റ് എടുക്കാൻ ഞാൻ ഈ സിറ്റ് ഔട്ടിലിടെ എൻ്റെ ബെഞ്ചിൽ കുറച്ച് നേരം ഒന്ന് വന്നിരിക്കും. ഒരു 5-10 മിനിറ്റൊക്കെ വന്നിരിക്കും കേട്ടോ. അതൊക്കെ ഉറങ്ങിയെങ്കിൽ മാത്രമായിട്ടേ പറ്റുള്ളൂ. അതും കഴിഞ്ഞ് ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ 2-3 തൈകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെടിയുടെ. അത് എന്തായി നോക്കാൻ വേണ്ടിയിട്ട്, ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ, എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഞാൻ അവിടെ ചെന്ന് നോക്കുകയാണ്. ഇന്ന് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ നനയ്ക്കും. ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായി എന്നൊക്കെ നോക്കുകയാണ് ഞാൻ. അത് ഇന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു. ചെറിയൊരു പൂവ് വിരിഞ്ഞ് നമ്മുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് നല്ല സന്തോഷമാണെന്ന് പറയില്ല, അതുപോലെ. പിന്നെ ഞാൻ വേഗം ഉള്ളിൽ കയറി ഞാനൊരു 4 നൂൽപുട്ടെടുത്ത് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്താ കറി വെക്കുകയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അവർ വരുമ്പോൾ അവിടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് മത്ത, വെള്ളരി, കുമ്പളങ്ങ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നോക്കണം. അതിലിനി ഏതാണെന്ന് എടുത്ത് വെക്കുകയെന്ന് നോക്കുമ്പോൾ അതിൽ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുമ്പളങ്ങ കണ്ടപ്പോൾ ഒന്ന് കുമ്പളങ്ങ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ചെറിയൊരു വടുകപ്പുളി കണ്ടു കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കണില്ല, അത് ചെറുതാണ്, നല്ല വലിപ്പമൊന്നും വെച്ചിട്ടില്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കാം.
അപ്പോൾ ഇന്ന് കുമ്പളങ്ങ മോരുകറി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.